ഹായ് ഫ്രണ്ട്സ്, 1ാം ക്ലാസ്സിലെ സൺഡേ കാറ്റിസം ആനുവൽ എക്സാമിൻ്റെ 9 മുതൽ 12 വരെ മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് 1 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഇതിൽ 13 തൊട്ട് 15 വരെയുള്ള ചാപ്റ്ററാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാപ്റ്റർ 13. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈശോ എന്തിൻ്റെ മാതൃകയാണ് നൽകിയത്? ആൻസർ: സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: എന്ത് ചെയ്തുകൊണ്ടാണ് ഈശോ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക നൽകിയത്? ആൻസർ: ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഈശോ ശിഷ്യന്മാരുടെ കാൽ കഴുകിക്കൊണ്ട് എന്താണ് പറഞ്ഞത്? ആൻസർ: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഈശോ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നതിന് 4 ഉദാഹരണങ്ങൾ പറയുക. 1. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി. വിശന്ന് വലഞ്ഞവർക്ക് ആഹാരം നൽകി. ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. 5ാമത്തെ ക്വസ്റ്റ്യൻ: വലിയ കുരിശടയാളം വരയ്ക്കുക. ടെക്സ്റ്റ് പുസ്തകത്തിൽ 59ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ കറക്റ്റായിട്ട് വരപ്പിക്കാനായിട്ട് പഠിപ്പിക്കണം. 6ാമത്തെ ക്വസ്റ്റ്യൻ: എങ്ങനെ സ്നേഹിക്കുന്നതാണ് ഈശോയ്ക്ക് ഇഷ്ടം? ആൻസർ: ഈശോ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ: ഈശോയെപ്പോലെ പാവങ്ങളെ സ്നേഹിച്ച അമ്മയാര്? ആൻസർ: വിശുദ്ധ മദർ തെരേസ. 14ാമത്തെ ചാപ്റ്റർ. 1ാമത്തെ ക്വസ്റ്റ്യൻ: ഈശോ ആരോടാണ് എന്നും പ്രാർത്ഥിച്ചിരുന്നത്? ആൻസർ: പിതാവായ ദൈവത്തോട്. 2ാമത്തെ ക്വസ്റ്റ്യൻ: ഈശോ എപ്പോഴെല്ലാമാണ് പ്രാർത്ഥിച്ചിരുന്നത്? 4 ഉദാഹരണം പറയുക. 1. ദേവാലയത്തിൽ പോയി ഈശോ പ്രാർത്ഥിച്ചു. മലമുകളിൽ പോയി അവിടുന്ന് പ്രാർത്ഥിച്ചു. വിജന പ്രദേശത്തായിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു. വേദനയുണ്ടായപ്പോൾ പ്രാർത്ഥിച്ചു. കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചു. 3ാമത്തെ ക്വസ്റ്റ്യൻ: ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏത്? ആൻസർ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. 4ാമത്തെ ക്വസ്റ്റ്യൻ: ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുക. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന തെറ്റാതെ ചൊല്ലാൻ എല്ലാ കുട്ടികളും പഠിച്ചിരിക്കണം. ചാപ്റ്റർ 15 നോക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ: ഡാഷ് ദൈവത്തിൻ്റെ ഭവനം. ആൻസർ: സ്വർഗം. 2ാമത്തെ ക്വസ്റ്റ്യൻ: ആരാണ് നമ്മെ സൃഷ്ടിച്ചത്? ആൻസർ: ദൈവം. 3ാമത്തെ ക്വസ്റ്റ്യൻ: ദൈവം നമുക്ക് ഡാഷിനെ നൽകി. ആൻസർ: ഈശോയെ. 4ാമത്തെ ക്വസ്റ്റ്യൻ: ഈശോ നമ്മെ ഡാഷിലേക്ക് നയിക്കുന്നു. ആൻസർ: സ്വർഗത്തിലേക്ക്. 5ാമത്തെ ക്വസ്റ്റ്യൻ: നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത് ആര്? ആൻസർ: ഈശോ. 6ാമത്തെ ക്വസ്റ്റ്യൻ: സ്വർഗത്തിലായിരിക്കുക എന്നാൽ എന്ത്? ആൻസർ: ദൈവത്തോടു കൂടെ ആയിരിക്കുക. 7ാമത്തെ ക്വസ്റ്റ്യൻ: നാം എവിടെ എത്തിച്ചേരണമെന്നാണ് ഈശോയുടെ ആഗ്രഹം? ആൻസർ: സ്വർഗത്തിൽ. 8ാമത്തെ ക്വസ്റ്റ്യൻ: സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആരെല്ലാമാണ് വസിക്കുന്നത്? ആൻസർ: വിശുദ്ധരും മാലാഖമാരും. 9ാമത്തെ ക്വസ്റ്റ്യൻ: സ്വർഗം എങ്ങനെയുള്ളതാണ്? ആൻസർ: മഹത്വപൂർണം. 10. സ്വർഗത്തിൽ വസിക്കുന്ന വിശുദ്ധരുടെ പേര് പറയുക. വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ അഗസ്ത്യാനോസ് തുടങ്ങിയ പേരുകൾ വിശുദ്ധരുടെ പറയണം. 11ാമത്തെ ക്വസ്റ്റ്യൻ: മാലാഖമാരുടെ പേര് പറയുക. ഗബ്രിയേൽ മാലാഖ, റാഫേൽ മാലാഖ, മിഖായേൽ മാലാഖ തുടങ്ങിയ പേരുകൾ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം.